بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين نشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ സയ്യിദ് അവർകൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിനെ അധികരിച്ചുള്ള ഒരു പഠന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. CMM നോളജ് വേൾഡ് നേതൃത്വം കൊടുക്കുന്ന ഖുർആനിക പഠനങ്ങൾ, ഇസ്ലാമിക പഠനങ്ങൾ, അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പല തുറകളും ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഈ സംരംഭം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും അതിൻ്റെ മാനേജ്മെൻറ്റിനും പഠിതാക്കൾക്കുമെല്ലാം 100% ഉപകരിക്കുന്ന വിധത്തിൽ അല്ലാഹു തആല ഇത് ആക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഇസ്ലാമിന് വലിയൊരു സേവനമായി ഈ ഓൺലൈൻ സ്ഥാപനം അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. സയ്യിദ് അവർകൾ ഇവിടെയുണ്ട്. നാം ഒരുങ്ങി തയ്യാറായ ഈ പഠനവേദി യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായതാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ജീവാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം പ്രവാചകരെയും സമുദായത്തെയും നിയോഗിച്ചോ അവരുടെ എല്ലാവരുടെയും പഠനമേഖല, ആരാധനയുടെ ആധാരം അത് വിശുദ്ധ ഖുർആനായിരുന്നു. തൗറാത്തും ഇഞ്ചീലും സബൂറും അടക്കം 103 ദിവ്യവേദങ്ങളുണ്ടെങ്കിൽ ആ ദിവ്യവേദങ്ങളെല്ലാം അല്ലാഹു തആല ഷോർട്ടായി അവതരിപ്പിച്ച ഒരു സമഗ്ര വേദമാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ വിശുദ്ധ ഖുർആന് എല്ലാ ഉമ്മത്തിനും അല്ലാഹു തആല നിർദ്ദേശം നൽകിയ ഒരു വേദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഖുർആനിൽ തന്നെ ആ സത്യം അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ എന്ന് അല്ലാഹു പറഞ്ഞത്. ഫുർഖാൻ, സത്യാസത്യങ്ങൾക്കിടയിൽ വേർതിരിച്ച് വകതിരിവ്, ദർശനം കാണിച്ചു കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ, അത് അവതരിപ്പിച്ച അല്ലാഹു വളരെ അനുഗ്രഹീതനാണ്. അവൻ ഖുർആൻ അവതരിപ്പിച്ചത് ലിയകൂന ലിൽ ആലമീന നദീറ. അത് ഉമ്മത്ത് മുഹമ്മദിയത്ത് എന്ന് പറയുന്ന സ്പെഷ്യൽ ഉമ്മത്ത് മുഹമ്മദിയത്തായ ഈ ഉമ്മത്തിന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജനതകൾക്കും, സമുദായങ്ങൾക്കും എന്നല്ല, പ്രപഞ്ചത്തിലെ എല്ലാ കോണുകളിൽ ഉള്ള സൃഷ്ടികൾക്കും എന്ന് തന്നെ പറയണം, വിശുദ്ധ ഖുർആൻ മാർഗദർശനമാണ്. ആ വാക്കുകളൊക്കെ വിശദീകരിക്കാൻ കുറേ സമയം വരും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്ത് മുതൽ ഈസാ നബി അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരുടെയും സമുദായങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ദർശനമാണ്. മാത്രമല്ല മലക്കുകൾക്കെല്ലാവർക്കും വിശുദ്ധ ഖുർആൻ ദർശനമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ പ്രസവിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിന് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുത്തിരുന്നു. അല്ലെങ്കിൽ
ഇറക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഇറങ്ങൽ തന്നെയാണ്. അടിമയൊക്കെ എപ്പോഴും താഴെയാണുള്ളത്, അടിമ താഴെയാണുള്ളത്. അള്ളാഹുവോ, അള്ളാഹിനെ പറ്റി എവിടെയെന്ന് ചോദിക്കാൻ പാടുമില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭൂമിയിൽ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് ആലമുൽ ഗൈബ് എന്ന് പറഞ്ഞ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആലമുൽ ഗൈബ്, ആലമുൽ ഗൈബ് എവിടെ? ആലമുൽ ഗൈബ് അർറഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറഞ്ഞ അർശിൻ്റെയും മുകളിൽ കോടാനുകോടി വർഷം വൈദൂരമുള്ള മേഖലയാണ് ആലമുൽ ഗൈബ്. ആ ആലമുൽ ഗൈബിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഉണ്ടായിരുന്നു പ്രപഞ്ചോൽപത്തി മുതൽക്ക്. ആ പ്രപഞ്ചോൽപത്തി മുതൽക്ക് അള്ളാഹിൻ്റെ ഹബീബ് അവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അന്ന് പിന്നീട് ആദ്യമായി അള്ളാഹു പഠിച്ചത് ആരെയാണ്? മലഉൽ അഅല എന്ന് പറഞ്ഞ മലക്കുകളെ. ആദ്യം അള്ളാഹ് പഠിച്ച സൃഷ്ടി അർശും കുർസിയൊന്നല്ല, മലഉൽ അഅല, മലക്കുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹൈ ലെവലിലുള്ള മലക്കുകൾ. ഈ ഹൈ ലെവലിലുള്ള മലക്കുകൾ ഡയറക്റ്റായി അള്ളാഹുവിൽ നിന്ന് വഹ്യ് സ്വീകരിക്കുകയോ എന്നെ എങ്ങനെ ദിക്ർ ചൊല്ലി എനിക്ക് ആരാധിക്കണം പിന്നെ എന്ന് മനസ്സിലാക്കുകയോ അള്ളാഹുവിനെ പറ്റിയുള്ള മഅരിഫത്ത്, അറിവ് അത് കൈവരിക്കുകയോ ചെയ്തിട്ടില്ല. അതിനുള്ള കഴിവ് ഡയറക്റ്റ് അള്ളാഹുവിൽ നിന്ന് എന്തും മനസ്സിലാക്കാനുള്ള കഴിവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ ഒരു സൃഷ്ടിക്കും അള്ളാഹു തആല കഴിവ് കൊടുത്തിട്ടില്ല. അതിൻ്റെ അടിയിൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുമല്ലോ, മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഡയറക്റ്റായി മൊബൈൽ ഒരു സാധാരണ ഉപയോഗിക്കുന്ന ഒരു വയറെടുത്ത് നേരെ പ്ലഗ് അങ്ങ് കൊടുത്തു നോക്കി, മൊബൈൽ ഡയറക്റ്റായി മൊബൈലിലേക്ക് 2 വയറും കൊടുത്തു നോക്കി ചാർജ് ചെയ്യാൻ, തിരികെ വെച്ച് നോക്കി, എന്താ സംഭവിക്കുക? ആ മൊബൈൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? എന്താ കാരണം? നല്ല പവറിലാണ് ആ നേരെ പിന്നിൽ നിന്ന് ആ പ്ലഗിൽ നിന്ന് മൊബൈലിലേക്ക് കറണ്ട് വരുന്നത്. അതിൻ്റെ അടിയിൽ മൊബൈലിൻ്റെയും പ്ലഗിൻ്റെ ഇടയിൽ വേറൊരു സാധനം, അത് ചെറിയ ട്രാൻസ്ഫോമറാണ്. ഈ മൊബൈലിലേക്ക് പാകപ്പെട്ട കറണ്ടിനെ പാകപ്പെട്ട രൂപത്തിൽ അതിനെ ക്രമപ്പെടുത്തി കൊടുക്കാൻ ഒരു ട്രാൻസ്ഫോമർ അതിൻ്റെ ഇടയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമാണ്. എന്നാലേ മൊബൈൽ വർക്ക് ചെയ്യാൻ പറ്റൂ. എന്നതുപോലെ ധാരാളം ട്രാൻസ്ഫോമർ അതിൻ്റെ അപ്പുറത്തുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് പാകം ചെയ്ത് തരാൻ വേറെ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിന് താങ്ങാൻ പറ്റിയ കറണ്ട് പാകം ചെയ്യാം. അതിൻ്റെ അപ്പുറത്ത് വേറെ ട്രാൻസ്ഫോമർ ഉണ്ട്, ജില്ലാ ട്രാൻസ്ഫോമർ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുണ്ട് അല്ലേ? അങ്ങനെ കുറേ ട്രാൻസ്ഫോമർ കൈകാര്യം ചെയ്തിട്ട സംഗതികളൊക്കെ എത്തുന്നത്. എന്നതുപോലെ ലോകത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന റഹ്മത്തുകൾ അത് വിതരണം ചെയ്യാൻ അള്ളാഹു താല ഒരു വലിയ ട്രാൻസ്ഫോമർ അള്ളാഹു താല പ്രപഞ്ചോൽപത്തി മുതൽക്കേ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് മാത്രമേ മറ്റുള്ള ഏത് ആളുകൾക്കും മലക്കോ നബിയോ ആരുണ്ടാവട്ടെ എല്ലാവർക്കും ആവശ്യമായത് ലഭിക്കൂ. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിലൊരു ആയത്താണ്. വിശുദ്ധ ഖുർആൻ ഓതിയാൽ വലിയ കൂലിയാന്നാണ് പറയുന്നത്. ഇമാം നബിയൊക്കെ പറഞ്ഞത് എന്താ? അതതിൻ്റെ ആയത്തുകളെ മീനിങ്, അർത്ഥം ആലോചിച്ചു കൊണ്ട് ഓതുന്നതിനാണ് കൂടുതൽ കൂലി. അർത്ഥം ആലോചിച്ച് ഓതുന്നതിനാണ് കൂടുതൽ കൂലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ചെറിയ ആയത്തുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്തുകൾ, പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ബുദ്ധി വികസിച്ച കാല ഓരോ ചെറിയ ആയത്തുകൾ നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും കേട്ട ആയത്താണെങ്കിലും അതിനെപ്പറ്റി ആലോചിക്കണം. അപ്പോൾ സംശയങ്ങൾ വരും. സംശയം വന്നാൽ സംശയം തീർക്കാൻ പഠിക്കണം. പഠിച്ചാൽ നമ്മൾ യഥാർത്ഥ അറിവിലേക്ക് എത്തിച്ചേരും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിതരണം ചെയ്യാൻ അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞില്ലേ? ആ നിയോഗപ്പഴ മക്കത്ത് അള്ളാഹിൻ്റെ റസൂൽ പ്രസവിക്കപ്പെട്ട് 40 വയസ്സായി. മക്കത്ത് പ്രവാചകരാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഉണ്ടായ സംഭവമാണോ ഈ റഹ്മത്തുൽ ലിൽ ആലമീനായിട്ട് അയക്കുക? അല്ല. മഹാന്മാരൊന്നും അങ്ങനല്ല പറഞ്ഞത്, ആരിഫീകളൊന്നും അങ്ങനല്ല എഴുതി വെച്ചത്. അത് പ്രപഞ്ചോൽപത്തി മുതൽ തന്നെ അള്ളാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റഹ്മത്ത് വിതരണം ചെയ്യാൻ ഉള്ള ഒരു സൃഷ്ടിയായി, ഈ ലോകത്തിൻ്റെ ഒരു ട്രാൻസ്ഫോമറായി അള്ളാഹു തആല നിയോഗിച്ചു.
അതതിനർത്ഥം. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഏത് വിശ്വാസിക്കും അവിശ്വാസിക്കും നൽകേണ്ടതെല്ലാം കിട്ടേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിശ്വാസിക്കും കാരണം അല്ലാഹു തആല അവിശ്വാസിനെ പോറ്റുന്നത് അല്ലല്ലേ, അവിശ്വാസിനെ പിന്നെ പോറ്റണ്ടേ, അവിശ്വാസിയുടെ ആവശ്യമല്ലേ. അല്ല എപ്പോൾ എല്ലാവരും നിസ്കരിച്ച് നോമ്പോറ്റ് ദിക്റല്ലേ നടന്ന പിന്നെ കമ്പ്യൂട്ടർ ഈ സാധനം ഇതൊക്കെ കണ്ടുപിടിച്ചാനാരാ? അപ്പോൾ ഇതുമേ തന്നെ കൂടി നിസ്കരിക്കാൻ ഓനെ പറ്റൂല, ദിക്റെല്ലാം ഓനെ പറ്റൂല, നോമ്പിടിച്ചാൽ ഓനെ പറ്റൂല, ഓന് ഇതുമല്ലെങ്കിലും കൂടട്ടെ. അങ്ങനെ പല ഉപകാരം പലരെ കൊണ്ട് അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും റഹ്മത്ത് വിതരണം ചെയ്യുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇന്നമാ അനൽ ഖാസിം, ഞാനാണ് എല്ലാം വിതരണം ചെയ്യുന്നത് എന്നതിൻ്റെ അർത്ഥം. ഇൽമ് വിതരണം ചെയ്യുക എന്നല്ല. അത് ബുഖാരി തന്നെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടികൾക്ക് വേണ്ടതെല്ലാം ഞാനാണ് വിതരണം ചെയ്യുന്നത്. വല്ലാഹു യുഅ്തി, ഞാൻ ദൈവമല്ല, എനിക്ക് തരുന്നത് അള്ളാഹുവാണ്. എല്ലാം വിതരണം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂലാന്ന് പറയുമ്പോഴത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ ദൈവമായി എന്നാരും വിചാരിക്കണ്ട. ഈ ബുദ്ധി കുറഞ്ഞ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ദൈവമായി പോയി, അള്ളാഹുവാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ മലായിക്കത്തിൽ സൃഷ്ടികളെ കൂട്ടപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല ആദ്യം പഠിച്ചു വെച്ച് പിന്നെ അതിന് ശേഷം അള്ളാഹു ആദ്യം പഠിച്ച വിഭാഗം മലക്കുകൾ മൊത്തമല്ല, മലഉൽ അഅല എന്ന് പറയുന്ന വലിയ വിഭാഗം മലക്കുകളാണ്. അവർക്ക് വേണ്ട മഅരിഫത്തും ദിക്റുകൾ എങ്ങനെ ചൊല്ലണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധി എങ്ങനെ വാഴ്ത്തണം എന്നുള്ള ജ്ഞാനം, മഅരിഫത്ത്, അറിവ്, അല്ലെങ്കിൽ അവരോട് യോജിച്ച ശരീഅത്ത് അത് പഠിപ്പിച്ചു കൊടുത്തത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പഠിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആവശ്യമായതും പറഞ്ഞു കൊടുത്തത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഏതെല്ലാം സൃഷ്ടികളല്ല പഠിച്ചോ അവർക്കൊക്കെ ആവശ്യമായത് പറഞ്ഞു കൊടുത്തത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പറഞ്ഞു കൊടുക്കുന്ന അറിവ് എവിടെ നിന്ന് വരുന്നു? അത് അള്ളാഹുവിൽ നിന്ന് വരുന്നു. ആ വരുന്ന സമാഹാരത്തിൻ്റെ പേരാണ് അൽ ഖുർആനുൽ അദീം, വിശുദ്ധ ഖുർആൻ. അതിൻ്റെ പേരാണ്. ആ വിശുദ്ധ ഖുർആന് പല വ്യാഖ്യാനമുണ്ട്, പല കോപ്പികളുണ്ട്. അതിൻ്റെ വിശദീകരണത്തിക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതിൻ്റെ ഒരു കോപ്പി നമ്മളെ കയ്യിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് 40-ാം വയസ്സിന് ശേഷം തിങ്കളാഴ്ച അവതരിപ്പിച്ച ഒരു ഉദ്ഘാടനം ചെയ്ത ഒരു കോപ്പിയുണ്ട്, വിശുദ്ധ ഖുർആൻ്റെ കോപ്പി. ആ കോപ്പിയിൽ തന്നെ എല്ലാം ഉണ്ട്. മറ്റുള്ള എല്ലാ വ്യാഖ്യാനങ്ങളും, ഏതെല്ലാം വ്യാഖ്യാനങ്ങൾ അതിനുണ്ടോ അതൊക്കെ അതിലുണ്ട്, ആ സാധനത്തിലുണ്ട്. അപ്പോൾ ആ വിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആലമുൽ ഗൈബിൽ വെച്ച് അള്ളാഹു കൊടുത്തു എന്നതിന് വിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആരിഫ്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എല്ലാ ആരിഫ്യങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിലും ചില ആരിഫ്യങ്ങൾ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഷ്ശൈഖുൽ അക്ബർ ഇബ്നു അറബി റഹിമഹുല്ലാ അവരുടെ അൽ ഫുതുഹാത്തുൽ മക്കിയയിൽ അത് പറഞ്ഞതായി കാണാം. അതിനെന്താ മൂല്യരെ തെളിവ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ തെളിവ് ഞാൻ പറഞ്ഞത് തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. ചുരുക്കി പറഞ്ഞാൽ അത്രയും മഹത്വമേറിയ ഒരു വിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹു തന്നിട്ട് ആ ഖുർആനിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണ്ടേ? മുസ്ലിങ്ങളായ വിശ്വാസികളായ നാം എപ്പോഴും എല്ലാ ശ്രദ്ധയും കൊടുക്കേണ്ടത് വിശുദ്ധ ഖുർആനിലാണ്. ലോകത്ത് എന്തെല്ലാം വിജ്ഞാന ശാഖകളുണ്ടോ, അത് ഭൗതിക വിദ്യാഭ്യാസമാവട്ടെ മറ്റു വിദ്യാഭ്യാസങ്ങളാവട്ടെ അറിവുകളാവട്ടെ എല്ലാം ചെന്നെത്തുന്നത് വിശുദ്ധ ഖുർആനിലേക്കാണ്. അങ്ങനെ ഓരോ വാക്കുകളൊക്കെ പറഞ്ഞിടുമ്പോൾ അതിൻ്റെ സമർത്ഥനവും തെളിവൊക്കെ പറയേണ്ടതുണ്ട്. പക്ഷെ അതിനെ പറ്റിയ വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ വേദിയോട് ചോദിച്ച ചില ഭാഗങ്ങൾ, അല്പം ചില ഭാഗങ്ങൾ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഈ വിശുദ്ധ ഖുർആൻ പഠിക്കൽ, ആ പഠനം എന്ന് പറഞ്ഞ രണ്ട് വിധത്തിൽ എൻ്റെ പഠനമുണ്ട്. അതിൻ്റെ എങ്ങനെ അത് പാരായണം ചെയ്യും, വായിക്കും, ആ വായനയ്ക്ക് ചില നിയമാവലികളുണ്ട്. അറബി ഭാഷയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഭാഷ അല്ല കേട്ടോ, അത് മറ്റൊരു സംഗതിയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദിവ്യ വേദമല്ലേ, അല്ലെങ്കിൽ ദിവ്യ സംസാരമല്ലേ. ദൈവ സംസാരത്തിന് ഭാഷയില്ല,
നമ്മെ കേൾപ്പിച്ചപ്പോൾ അത് അറബി ഭാഷയിൽ അവതരിപ്പിച്ചു, നമ്മെ കേൾപ്പിക്കാൻ വേണ്ടി എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റൂ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അറബി ഭാഷയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ജഅൽനാഹു ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിൽ നാം വൽക്കരിച്ചു, ആക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്കി അല്ലാഹു തആല നമുക്ക് അവതരിപ്പിച്ചപ്പോൾ അറബി ഭാഷയിലാക്കി എന്നാണ് പറഞ്ഞത്. ആ അറബി ഭാഷയുടെ നിയമമാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. തജ്വീദ്, CMM നോളജ് വേൾഡ് തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദാണ്, സ്പെഷ്യലിസ്റ്റാണ് നമ്മളെ റഷീദ് ഉസ്താദും യൂനുസ് ഉസ്താദും ഒക്കെ. അല്ലാഹു തആല അവർക്ക് ഇസ്സത്തും ബറക്കത്തും ഇൽമും ഏറ്റി കൊടുക്കട്ടെ. ഈ തജ്വീദിനെ പറ്റി പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്, അത് അറബി ഭാഷയിലായതുകൊണ്ട് അറബി ഭാഷൻ്റെ നിയമമാണ്. അറബി ഭാഷയ്ക്ക് അങ്ങനെ നിയമമല്ല. വിശുദ്ധ ഖുർആന് മാത്രമേ ആ നിയമമുള്ളൂ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അങ്ങനെ തോതണ്ടി. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഓതിയാലോ നരകാണ്, ഹറാമാണ്. ഇന്ന അതൊരു ഹറാമ്, അസ്ഹാബൽ ജന്നത്തിൽ അതൊരു ഹറാമ്. മണിക്കലും ഗുണിക്കലൊക്കെ അല്ലേ? ഗുണിക്കലില്ലല്ലേ, മണിക്കലുണ്ട്. ഇഖ്ഫ എന്ന് പറയും. അതിനെന്താ മലയാളം പറയുന്നത് എനിക്കറിയില്ല. റഷീദ് ചോദിച്ചാൽ ചോദിച്ചു നോക്കി, അതിന് മലയാളം എന്താ പറയുക എനിക്കറിയില്ല. ഇഖ്ഫ എന്ന് പറയും. മറച്ചു മണിക്കുക, മറച്ചു മണിക്കുക. പിന്നെ ഇദ്ഗാമ്, ഇദ്ഹാറ്, അതൊക്കെ ചെയ്യേണ്ട അടുത്ത് ചെയ്യണം. അപ്പോൾ ഹദ്ദാദിലുണ്ട് വഅലം അന്നഹു, അവിടെ വഅലം അന്ന അങ്ങനെ സൂചിപ്പാക്കേണ്ട ആവശ്യമില്ല. ആ നിയമം അവിടെ ഇല്ല നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി. വഅലം അന്ന നമ്മൾ മണിക്കേണ്ട ആവശ്യമല്ല, വഖഫ് ചെയ്യേണ്ട ആവശ്യമില്ല. വഖഫ് ചെയ്യരുത് അവിടെ, അങ്ങനെ ഉണ്ടല്ലോ എല്ലായിടത്തും വഖഫ. വഅലം അന്നഹു അതിൻ്റെ ഖബർ വന്നിട്ടില്ല. ഇവരോടെന്ത് ഖബർ? മുമ്പിൽ കുറേ സഹോദരിമാരോട് ഓലോടല്ലേ പറയുന്നു, ഒരു വഅലം അന്നഹു എന്ന് പറയില്ല, പറയുന്നവരോടാ പറയുന്നത്. അപ്പം അവിടെ ആ നിയമമല്ല, ഹദീസിന് ആ നിയമമല്ല. അറബി ഭാഷയിലുള്ള ഏതെങ്കിലും ഒരു കിതാബ് പുസ്തകം വായിക്കുന്നിടത്ത് ഈ നിയമമൊന്നുമില്ല. വിശുദ്ധ ഖുർആന് മാത്രമുള്ളൊരു നിയമമാണ് ഏത്? തജ്വീദ്. ചിലർ പറഞ്ഞിട്ടുണ്ട് ഹദീസ് വായിക്കുമ്പോഴും അത് വേണം. അത് ബലഹീനമായ അഭിപ്രായമാണ്. നിങ്ങൾ വേണമെങ്കിൽ അതിലും സ്വീകരിച്ചോളൂ, വേറെ അപ്പുറത്തേക്ക് ഏതായാലും വേണ്ട. ദുആ ചെയ്യുന്നിടത്തുനിന്ന് അത് ആവശ്യമില്ല, തജ്വീദ് വേണമെന്നില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലിയായി ചില ഉസ്താദുമാർക്ക് തജ്വീദ് പഠിച്ചവർക്ക് ദ്വാരക്കുമ്പോൾ അത് വരും. ഓല ആക്ഷേപിക്കും വേണ്ട, ഓല ആക്ഷേപിക്കുമ്പോൾ തജ്വീദ് പാടില്ല എന്ന് ഏതായാലും അഭിപ്രായമല്ല. അക്ഷരശുദ്ധി വേണം കേട്ടോ. അക്ഷരശുദ്ധി ഒന്ന് വേറെ, തജ്വീദിൻ്റെ നിയമം ഒന്ന് വേറെ. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. അക്ഷരം മാറിയാൽ നിസ്കാരം അങ്ങ് വാത്തിലാവും. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, ഒരക്ഷരം മാറിയാൽ നിസ്കാരം വാത്തിലാവും. 29 അക്ഷരവും 28 അക്ഷരവും അറബി ഭാഷയിൽ മഖ്റജിന് അതിൻ്റെ എവിടുന്നാണ്, ഏത് സ്ഥാനത്തു നിന്നാണ് പുറപ്പെടേണ്ടത്, അവിടുന്ന് പുറപ്പെടുവിച്ച് മനസ്സിലാക്കൽ എല്ലാ മുസ്ലിങ്ങളും നിർബന്ധ ബാധ്യതയാണ്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് റുക്കൂവിൽ ചൊല്ലിയില്ലെങ്കിൽ റുക്കൂവിന് ഒരു കുഴപ്പമില്ല. വെറുതെ കുമ്പിട്ട് എണീറ്റാൻ റുക്കുവായി. പക്ഷെ ഈ ചൊല്ലുകയാണെങ്കിൽ ചെല്ലുമ്പോൾ അത് കോലം പോലെ ചെല്ലിയില്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അലീമി വബിഹംദിഹി എവിടുന്നാ പുറപ്പെട്ടു പോലെ യാതൊരു അറിവുമില്ല. പുറപ്പെട്ട എവിടുന്ന അറിവുണ്ടായിക്കോളുന്നില്ല, കോരം പോലെ ആവണമെന്നേ ഉള്ളൂ. വേറെ വിഷയം. തജ്വീദ് ഉസ്താദുമാർ പഠിപ്പിക്കുമ്പോൾ അത് അണ്ണാക്കിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് തരിമൂക്കിൻ്റെ ഇങ്ങേ അറ്റത്തു നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏത് തരിമൂക്കിൻ്റെ അങ്ങേറ്റം എവിടെ, അണ്ണാക്കിൻ്റെ അങ്ങേറ്റം. ആ ശബ്ദം ഉണ്ടാകലാണ്, അവിടൊക്കെ ആ ശബ്ദം വരലാണ്, പുറപ്പെടലാണ്. അല്ലാതെ അതിങ്ങനെ ആദ്യം അണ്ണാക്കിൻ്റെ തരിമൂക്കിൻ്റെ അങ്ങേ അറ്റമൊക്കെ പഠിച്ചിട്ട് ഹൽക്കിന് കുറേ അങ്ങേറ്റ് ഓപ്പറേഷൻ്റെ തിയേറ്ററിൽ പോയി ഡോക്ടർമാരൊക്കെ ചോദിച്ചാറുണ്ട്. ഇതൊക്കെ അങ്ങനെയൊന്നും ആവശ്യമില്ല. പക്ഷേ ആ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ആ ഒരു ശബ്ദം വരണം, അതാണ് നിർബന്ധമുള്ള. പിന്നെ എൻ്റെ സിഫാത്തുകളൊക്കെ ഉണ്ട്. വല്ലഖുദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമു മൻ ലം യുജവ്വിദിൽ ഖുർആന ആസിമു.
ജസരി തങ്ങൾ ഇബ്നുൽ ജസരി റഹിമഹുല്ല അവരുടെ മുഖദ്ദിമയിൽ പറഞ്ഞു, വല്ലഖദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമു, തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതൽ നിർബന്ധ. അവിടെ ഷൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റഹിമഹുല്ല അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ഹത്മുൻ ലാസിമു എന്ന് പറഞ്ഞിടത്ത് ഐ ഇസ്തുലാഹൻ, സാങ്കേതിക ഭാഷയിൽ അത് ഓരോ മാഷന്മാർക്കും ഉസ്താദുമാർക്കും അവരുടെ സാങ്കേതിക ഭാഷയിൽ നിർബന്ധം ഉണ്ടാവില്ലേ. ഒരു ഓഫീസിലേക്ക് കയറി വരുന്ന ആൾക്ക് ബാഡ്ജ് ധരിക്കൽ നിർബന്ധ, സാങ്കേതികം എന്നതിന് പറയാം. ആ ഓഫീസിലുള്ള സംഘങ്ങൾക്ക് നിർബന്ധമായത് അത് സാങ്കേതിക നിർബന്ധം എന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് മൊത്തം നിർബന്ധമല്ല എന്നാ തോന്നിപ്പോവുക. ഷൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റഹിമഹുല്ല അയ്യുസ്തുലാഹ എന്ന് പറഞ്ഞു. അതിന് രണ്ടർത്ഥമുണ്ട്. അത് ശരിയാണ്, എന്നാൽ നമ്മൾ ധരിച്ചു വെച്ച രൂപത്തിൽ ശരിയല്ല. എന്ന് പറഞ്ഞാൽ തജ്വീദിൻ്റെ അറിവിൽ വളരെ നിർബന്ധമായി സ്വീകരിക്കേണ്ട നിയമങ്ങളും ഉണ്ട്, അങ്ങനെ അല്ലാത്ത നിയമങ്ങളും ഉണ്ട്. അക്ഷരങ്ങൾ മഖ്റജിൽ നിന്ന് പുറപ്പെടേണ്ട ഭാഗത്തിൽ നിന്ന് പുറപ്പെടിക്കൽ നിർബന്ധമാണ്. അങ്ങനെ പുറപ്പെടിക്കുമ്പോൾ തന്നെ തജ്വീദ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ തന്നെ ഓരോ അക്ഷരങ്ങളും പഠിപ്പിക്കുന്നതും ഉച്ചരിക്കുന്നതും വ്യത്യസ്തമാണ്. ഖുർആനൊക്കെ പിന്നെ ഈ യൂട്യൂബിലും ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ നമുക്ക് പല ലോകത്തുള്ള പല കാര്യങ്ങളുടെയും ഖിറാഅത്ത് കിട്ടും. അതിൽ പല കാര്യങ്ങളും പിന്നെ ഉച്ചരിക്കുന്നത് കുറഞ്ഞ വ്യത്യാസമുണ്ട്. ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും നല്ല വൃത്തിയിൽ അതിൻ്റെ സവിശേഷ ഓരോ അക്ഷരങ്ങളുടെയും വൈശേഷ്യങ്ങളൊക്കെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന ഒറ്റ കാര്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ലേ, ഒരു 10-15 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ കേട്ടത്. അയാളുടെ പേരെന്തേനു? ബസ്ഫർ. അവരെ ഖിറാഅത്ത് നല്ല അങ്ങനെ തന്നെ അല്ലേ, നല്ല വൃത്തിയുള്ള ഖിറാഅത്തല്ലേ. അതിൽ പേര് മോലും എനിക്കറിയില്ല. അപ്പം അവരെ പിന്നെ 30 ജുസ് ഓതുന്നതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പം അത് നല്ല വൃത്തിയുള്ള ഉച്ചാരണമാണ്. അതേ സമയത്ത് ചില ഉച്ചാരണം അങ്ങോട്ട് എത്തൂല, എല്ലാം പുറപ്പെടുന്നത് പഠിച്ചോല് ആ ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണം പുറപ്പെടുന്നത് അക്ഷരം പുറപ്പെടുന്നതൊക്കെ പുറപ്പെടേണ്ട ഭാഗത്തുനിന്ന് തന്നെ, പക്ഷെ അതിൽ ചില ഏറ്റക്കുറവുകൾ ഉണ്ടാവും. അതിന് സിഫാത്ത്, ആ സിഫാത്തിൻ്റെ മികവാണത്. സിഫാത്ത് എന്ന് അതിന് പറയാം. ആ മികവ് പുലർത്തൽ നിർബന്ധമല്ല. ചുരുക്കി പറഞ്ഞാൽ ഇമാം മുഹമ്മദ് റംലി ഷിഹാബുർ റംലി റഹിമഹുല്ല, ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല അവർ പറഞ്ഞു, തജ്വീദിൻ്റെ നിയമം പാലിക്കൽ നിർബന്ധമുണ്ടോ? ഒരു ചോദ്യം. അതിന് മറുപടി, തജ്വീദിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന നിയമങ്ങളിൽ എല്ലാ പണ്ഡിതന്മാരും ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ നിയമങ്ങളും ഉണ്ട്. ചില പണ്ഡിതന്മാർ അത് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അത്ര വേണ്ട പല അഭിപ്രായങ്ങളുമുണ്ട്. ഏകോപിച്ച് അങ്ങനെ പാലിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ വിഷയങ്ങൾ മാത്രമേ നാം സ്വീകരിക്കേണ്ടതുള്ളൂ. അതിന് ഉദാഹരണം പറഞ്ഞു, ശ്രദ്ധാക്കപ്പെട്ട് നൂന് വരുമ്പോൾ അവിടെ ഉന്നത്ത് വേണം. ഇഖ്ഫാ, ഇതുപോലത്തെ നിയമങ്ങൾ പാലിക്കൽ വളരെ നിർബന്ധമാണ്, വിട്ടുവീഴ്ചയില്ല. അതിനെതിരെ ചെയ്യൽ ഹറാമാണ്. ചില നിയമങ്ങൾ അങ്ങനെയുള്ളതല്ല, നിർബന്ധമില്ലാത്തതും ഉണ്ട്. അപ്പം അതാണ് ഇമാം ഷൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി പറഞ്ഞ അത്തജ്വീദ് എന്ന് പറയുന്നതോട് വല്ലഖദു ബിത്തജ്വീദി എന്ന് പറഞ്ഞ അവിടെ ഇബ്നുൽ ജസീർ റഹിമഹുല്ല സ്വീകരിച്ച അർത്ഥം തജ്വീദ് എന്ന് പറയുന്ന ആ വിജ്ഞാന ശാഖ, ആ ശാഖയിൽ സിഫാത്തുമുണ്ട്, ആ ശാഖയിൽ നിർബന്ധമില്ലാത്തതുമുണ്ട്. ആ വിജ്ഞാന ശാഖ സ്വീകരിക്കൽ സാങ്കേതിക നിർബന്ധവും, അതേസമയത്ത് ഭാഷാപരമായിട്ട് തജ്വീദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭംഗിയായ ഖുർആൻ ഓതുക, ഉച്ചരിക്കുക എന്നാണ്. അത് ഇദ്ഹാർ, ഇഖ്ഫാ, ഇദ്ഗാം പോലത്തെ ഉന്നത്ത് തുടങ്ങിയ നിയമങ്ങൾ അത് പാലിച്ച് ഓതൽ നിർബന്ധമാണ്. അങ്ങനെ ഈ ഹദീസ് കാണാം. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കലൊരു പഠനമാണ്. അതിൻ്റെ പുറമെ അതിൻ്റെ സാരം, മീനിങ്, വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം, തഫ്സീർ, വ്യാഖ്യാനം അത് മനസ്സിലാക്കൽ മറ്റൊരു പഠനമാണ്.
ഇത് രണ്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു പഠനവേദിയാണ്. അള്ളാഹു നമുക്ക് അങ്ങനെ പഠിച്ച് അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ അത് ഓതിപ്പടിക്കൽ വളരെ നിർബന്ധം. ഓതിപ്പടിക്കൽ മാത്രമല്ല, അത് മനപ്പാടാക്കലും നിർബന്ധം. എന്ത് നിർബന്ധം? നമുക്ക് സ്വർഗത്തേക്ക് പോകൽ നിർബന്ധമല്ല, നമ്മൾ നിർബന്ധമല്ലേ സ്വർഗത്തേക്ക് പോകൽ. സ്വർഗത്ത് പോവണമെങ്കിൽ ഖുർആൻ ഹിഫ്ളാക്കിയോലേ സ്വർഗത്ത് പോകും. അതെന്താ? സ്വർഗത്ത് ചെന്നാൽ ഒരു ബിസ്മി ഖുർആനിൽ പെട്ടതാണല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാലാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തുള്ള ഗ്രൗണ്ട് ഫ്ലോർ. ആ ഗ്രൗണ്ട് ഫ്ലോർക്ക് എത്തണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാൻ കഴിയണം. അതന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞാൽ പോടുന്നത് കാലം വരെ എത്തിച്ച് ഖുർആൻ്റെ ഒരു ആയത്താണ് ബിസ്മി, അതുവരെ എനിക്ക് ചെല്ലാൻ അറിയില്ല, പോടുന്നറിയും. അപ്പോൾ സ്വർഗത്തിന് എത്ര ഫ്ലോർ ഉണ്ട് എന്നറിയോ? ഖുർആനിൽ എത്ര ആയത്തുണ്ട്? അത്ര ഫ്ലോർ ഉണ്ട് സ്വർഗത്തിന്. സ്വർഗത്തിന് ഖുർആനിൽ എത്ര ആയത്തുണ്ട്? ഖുർആനിലെ ആയത്തിനനുസരിച്ച് സ്വർഗത്തിന് അല്ലാഹു തആല ഫ്ലോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഫ്ലോറിലും സൗകര്യങ്ങൾ, മേലോട്ട് പോകും തോറും സൗകര്യങ്ങൾ വർദ്ധിക്കും, സുഖങ്ങൾ വർദ്ധിക്കും, സൗഖ്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് സ്വർഗം. പിന്നെ ഏറ്റവും ഖുർആനിൽ ആയത്തുണ്ട് 6666. പഠിക്കാൻ എളുപ്പമായതുകൊണ്ട് ആരോ മുമ്പ് പറഞ്ഞതാണ്. അങ്ങനെ 6666 എത്ര ആയത്താണ്? ഇപ്പോൾ യൂനുസ് ഉസ്താദിനോടോ റഷീദ് ചോദിക്കേണ്ടി വരും, എത്ര ആയത്താണ്? എത്ര ആയത്താണ്? 6666 എന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായ കണക്കൊന്നും നിലയിൽ കുറേ അഭിപ്രായമുണ്ട് എത്ര ആയത്താന്നില്ല. അതിനങ്ങനെ കുറേ അഭിപ്രായം വന്നു. പഠിച്ചോളി, ഖുർആൻ്റെ ഉസ്താദുമാരാണ്, ഓരോട് ചോദിച്ച് പഠിച്ചോളി. ഖുർആനിൽ എത്ര ആയത്തിൻ്റെ എന്നിൽ വലിയ തർക്കമുണ്ട്. അതെങ്ങനെ വലിയ തർക്കം വന്ന് ഇത്രയും വലിയ ഗ്രന്ഥമായിട്ട് എത്ര ആയത്തിന് തർക്കം വന്നത്? അങ്ങനെ പഠിച്ചോളി, അതിനെപ്പറ്റി പഠിച്ചോളി. ഇതൊക്കെ ഖുർആനിലെ പെട്ടതാണ്, ഇതിൽ തർക്കമല്ല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽക്ക് മിനൽ ജിന്നതി വന്നാസ് അതുവരെയുള്ളത് ഖുർആനിൽ പെട്ടതാണ്, തർക്കമല്ല. പിന്നെ ഇത് മുതൽ ഇതുവരെ അവരായത്തെ എവിടുന്നാണ് തുടങ്ങുന്നത്, എവിടെ അവസാനിക്കുന്നത്, അവിടെയൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും 6666 ആയത്താണോ വിശുദ്ധ ഖുർആനുള്ളത് എങ്കിൽ സ്വർഗത്തിനിക്ക് 6666 ഫ്ലോറുണ്ട്. അപ്പോൾ ഒരാൾ സ്വർഗത്ത് കയറിയാൽ ഇവൻ ഏത് ഫ്ലോറിലാണ് എത്തിക്കേണ്ടത്? അതിന് മലായിക്കത്തിന് അല്ലാഹു തആല കൊടുത്ത നിർദ്ദേശം, അവനോട് സ്വർഗത്തിലേക്ക് എത്തിയാൽ ഖുർആൻ ഓതാൻ പറയും. എവിടെയാണോ അവൻ്റെ ഖുർആനോത്ത് നിന്ന് പോണത്, കാണാപ്പാട് ഓതണം. എവിടെ വെച്ചാണോ അവൻ്റെ ഖുർആനോത്ത് നിന്ന് പോണത് അവിടെയാണ് അവൻ്റെ മക്ക. ഇഖ്റ എന്ന് പറയും. ഇഖ്റ വർക്ക, ലിഫ്റ്റുണ്ട് അവിടെ സ്വർഗത്തിൽ. അപ്പോൾ അതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നിട്ട് അവിടെ എത്തിയ മലായിക്കത്ത് പറയും എൻ്റെ മഖാം എവിടെ, ദർജ എവിടെ. അതറിയാൻ ലിഫ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇഖ്റ വർക്ക എന്ന് പറയും. നീ ഓത്, ഖുർആനോട് ഓതിക്കൂട്, എന്നിട്ട് കയറിക്കൂട്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മതി, നീ കയറി. അടുത്ത ഫ്ലോറ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മതി, അടുത്ത ഫ്ലോർ. അങ്ങനെ അങ്ങ് പോയി ഫാത്തിഹ അങ്ങ് തീർന്നിട്ടിയാൽ 7 ഫ്ലോർ മേലക്കായി. അതുകൊണ്ട് വിശുദ്ധ ഖുർആന് മനഃപ്പാടമാക്കൽ നമ്മുടെ നിർബന്ധം. സ്വർഗത്തിൽ കൂടുതൽ മുകളിലുള്ള ഫ്ലോറുകളിലേക്ക്, കൂടുതൽ സുഖങ്ങളുള്ള ഫ്ലോറുകളിലേക്ക് പോകണമെന്ന് നിർബന്ധമുള്ളവർക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയേ പറ്റൂ. ചില സഹോദരിമാരും ഇപ്പോൾ ഖുർആൻ ഹിഫ്ളാക്കുന്നവരുണ്ട്. അവർ പള്ളിയിൽ ഇമാമായി നിൽക്കുന്നില്ലെങ്കിലും ഖുർആൻ ഹിഫ്ളാക്കുന്നത് കൊണ്ട് എന്താ ഉപകാരം? ഇതാണ് ഉപകാരം. ഇമാം സുയൂത്തി റഹിമഹുല്ല അവരുടെ ഷർഹുസ്സുദൂർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഫി അഹ്വാലിൽ മൗത വൽ ഖുബൂർ
ഖബറിലുള്ള അവസ്ഥകളെക്കുറിച്ച് ഉള്ള ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച ഒരു വലിയ ഗ്രന്ഥമാണ് ഷർഹുസ്സുദൂർ. ആ കിതാബിൽ ധാരാളം ഹദീസ് ഉദ്ധരിച്ച് ഇമാം സുയൂത്തി പറയുന്നു, മരിച്ചു പോയാൽ ഖബറിലെ മുഅ്മിനീങ്ങൾക്ക് അവിടെ ഒരു തഹ്ഫീദുൽ ഖുർആൻ നടക്കുന്നുണ്ട്. ആരാ അവിടെ തഹ്ഫീദുൽ ഖുർആൻ്റെ ഉസ്താദ്? മലക്ക്. ഓരോ മുഅ്മിനും ഖബറിലേക്ക് അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഇവിടുന്ന് ഹിഫ്ളാക്കാത്തവർക്ക് അവിടുന്ന് ഖബറിൽ വെച്ച് ഖുർആന് മനപ്പാടാക്കി കൊടുക്കുക. പിന്നെ സുഖമായില്ല, എല്ലാവർക്കും തന്നെ ഖുർആൻ ഹിഫ്ളായാൽ എല്ലാവരും ഒരുപോലെ ആയില്ലേ? ഇവിടുന്ന് അഹ്ലാവണം ഖുർആനിൻ്റെ. ഇവിടുന്ന് ഖുർആൻ കണ്ടിട്ടെങ്കിലും ഓതുന്നൊരവസ്ഥ വേണം, എന്നാലേ ഖബറിന്ന് ഹിഫ്ളാകൂ, അല്ലെങ്കിൽ ഹിഫ്ളായത് അവിടുന്ന് കിട്ടൂ സ്വർഗത്തിൽ. അപ്പോൾ ഖുർആനിൻ്റെ അഹലുകാരാവണം നമ്മൾ. അതിനെ ബഹുമാനിച്ചു എൻ്റെ പഠനവേദിയിലേക്കും വന്നവരായിരിക്കണം. ഇതുപോലെ നിങ്ങളൊക്കെ ഇപ്പോൾ ഖുർആനിൻ്റെ ഒരു പഠനവേദി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഈ കുടുംബങ്ങളൊക്കെ ഇവിടെ എത്തി. കുറേ ആളുകൾ ഓൺലൈനിൽ കേൾക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതതിൻ്റെ ഒരു അടയാളാണ്, ഖുർആനിൻ്റെ അഹലുകാരനാണ്, ഖുർആനെ സ്നേഹിക്കുന്നവനാണ് എന്നതിൻ്റെ തെളിവ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇമാം സുയൂത്തി പറയാണ്, മുത്തനബി പറഞ്ഞ ഹദീസ് വെച്ചിട്ട് പറയാണ്, ഖബറിൽ ഖുർആനിനെ മനഃപ്പാഠമാക്കാൻ മലക്കുകളെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ മലക്കുകൾ പഠിപ്പിച്ചു കൊടുത്ത ഖുർആൻ, ഹിഫ്ളാക്കി കൊടുത്ത ഖുർആന് സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ഓതാൻ പറയും. എത്രയാണോ ഓതാൻ കഴിയുന്നത് അത്ര സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് കയറി ചെല്ലാൻ അവർക്ക് സാധിക്കും. അവസാനം ഖുർആനിൻ്റെ ഫുൾ ആയത്തുകൾ ഓതിയവർ ഇല്ലിയീൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കയറി ചെല്ലുക. സ്വർഗത്തിൻ്റെ ഏറ്റവും ഹൈ ലെവലിലുള്ള, ഹൈ ലെവൽ എന്ന് പറഞ്ഞുകൂടാ, ഹൈ ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലെവൽ അതിൻ്റെ മേലുണ്ട്. അവിടെ അംബിയാ, സിദ്ദീഖീങ്ങൾ, ശുഹദാ, അവർ ആ ഫ്ലോറിൻ്റെ മേലെ പിന്നെ കുറേ ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും മുകളിലുള്ള ഫ്ലോറ്, അതിൽ കുറേ ലെവല്, പല വ്യത്യാസത്തിലുള്ള ആളുകൾ, മികവിലുള്ള ആളുകളുണ്ട്. അമ്പിയാക്കന്മാരെ സ്ഥാനം, പിന്നെ ഔലിയാ, സിദ്ദീഖീങ്ങൾ അതിൻ്റെ മേലുണ്ട്. ഏതായാലും അങ്ങനൊക്കെ സംഭവങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്ക് ഖുർആനെ പറ്റി പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ ഓതുന്നതിനെ പറ്റി മുത്തനബി പറഞ്ഞൊരു ഹദീസും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആനി ഫലഹു ഹസന. ലാ അഖൂലു അലിഫ് ലാം മീം, അലിഫ് ലാം മീം ഹർഫ്, വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ഒരക്ഷരം ഒരാൾ ഓതിയാൽ, ഒരക്ഷരം ഓതിയാൽ, ഖുർആനിൽ ഒരു അക്ഷരം ഓതൽ എങ്ങനെ? ഓതുമ്പോൾ ഒരു അക്ഷരം ഓതിയിട്ട് കാര്യമല്ല. അ എന്ന് പറഞ്ഞാണ് നിർത്തിയേ. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അ, അതുകൊണ്ട് കാര്യമല്ല. ഓതുമ്പോൾ ഒരു വാക്യം, ഒരു കലിമത്തെങ്കിലും, ഒരു വേർഡെങ്കിലും ഓതണം, വേഡ് എങ്കിലും ഓതണം. നൂൻ, അതൊരു അക്ഷരമല്ല, അതൊരു വേർഡാണ് അല്ലേ? അതൊരു വേർഡാണ്. എത്ര അക്ഷര? 3 അക്ഷരം. ആദ്യത്തിലും അവസാനത്തിലും നൂന്, നടുവിൽ വാവ്, അതാണ് നൂൻ. 3 അക്ഷരമാണത്. അപ്പം നൂൻ എന്ന് ഓതിയാൽ എത്ര കൂലിയായി? 30 കൂലിയായി. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഒരക്ഷരത്തെ ഓതിയാൽ, ഒരു വേഡ് ഓതുമ്പോൾ അതിൽ അക്ഷരം ഓതും, ഒരക്ഷരത്തെ ഓതിയാൽ ഫലഹു ഹസന, അതിന് ഒരു പുണ്യകർമ്മം ചെയ്ത കൂലിയ, ഒരു ഇബാദത്തിൻ്റെ കൂലി. വൽ ഹസനത്തു, ഏതൊരു ഇബാദത്തും ബി അശ്രി അംസാലിഹ, 10 ഇരട്ടി കൂലിയുണ്ട്. അപ്പോൾ പിന്നെ മുത്തനബി പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്ന് ഒരാൾ ഓതിയാൽ അതൊരു അക്ഷരമാണെന്ന് ഞാൻ പറയണില്ല, അത് ഒറ്റക്ഷരമല്ല. അതങ്ങനെ പറയാൻ കാരണം അത് എഴുത്തിൽ അങ്ങനെയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അവിടെ അലം എന്ന് എഴുതിയതും അലിഫ് ലാം മീം എന്നുള്ള ഇടത്ത് എഴുതിയതിലുണ്ട് ഒരുപോലെ തോന്നും. അപ്പോൾ
അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എഴുത്തിലുള്ളതല്ല നോക്കുന്നത്, ഉച്ചാരണത്തിലുള്ള നോക്കുന്നത്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അത് ഒരക്ഷരാന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ഖുർആനിൽ എവിടെ പാരായണം ചെയ്യുന്നുവോ അത് ഒരക്ഷരമാണ്. അലിഫ് ലാം മീം എന്നാണ്. അലിഫ് ലാം മീം, ആലിഫ് അല്ലേ പറഞ്ഞത് കേട്ടോ. ആ അലിഫ് ഒരു ഹർഫാന്നല്ല പറയുന്നത്. ആ ഒരു അലിഫ്, ആ അലിഫ് എന്നാൽ 3 ഹർഫാണ്. അത് അലിഫുൻ എന്ന് പറഞ്ഞത്. അലിഫുൻ എന്ന് പറഞ്ഞ എവിടെ വന്ന അലിഫുൻ, വിശുദ്ധ ഖുർആനിൽ എവിടെ വന്ന അലിഫും. ആ അലിഫ് എന്ന് പറഞ്ഞതിൽ ഒരു അലിഫുണ്ട്, വേറെ ലാമുണ്ട്, പിന്നെ ഒരു ഫാഉ ഉണ്ട്. അപ്പോൾ അലിഫ്, വലാകിൻ അലിഫുൻ, ഏതൊരു അലിഫ് അക്ഷരവും ഹർഫുൻ, അതൊരു ഹർഫാണ്. വലാമുൻ, ഏതൊരു ലാമായ അക്ഷരവും ഹർഫുൻ, അതൊരു ഹർഫാണ്. വമീമുൻ, ഏതൊരു മീമായ അക്ഷരവും ഹർഫുൻ, മറ്റൊരു ഹർഫാണ്. അപ്പോൾ മൊത്തത്തിലായി അലിഫുൻ, അലിഫ് ലാം മീം, അതിന് 30 കൂലി. പക്ഷെ അലിഫ് ലാം മീം നോദിയാലോ 90 കൂലിയായി. ഇമാം ത്വയ്ബി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അങ്ങനെ പറഞ്ഞു കാണും, 90 കൂലിയായി. മറ്റു പല ആ ഹദീസിന് തന്നെ പല റിപ്പോർട്ടുകളുണ്ട്. അലിഫ് ലാ അഖൂലു അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ഹർഫുൻ, അങ്ങനെയുണ്ട്. ദാലിക്കൽ കിതാബ് വരെ ഒക്കെ ഭാഷയിൽ മുത്തനബിൻ്റെ കാലത്ത് ഹർഫ് എന്ന് പറയുന്നതിന് വാക്ക്, വേഡ്, അക്ഷരം, വാക്യം എന്നൊക്കെ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഈ പല അർത്ഥങ്ങൾക്ക്, നാനാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വേർഡായിരുന്നു ഹർഫ് എന്നത്. അതുകൊണ്ട് മുത്തനബി ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്തു. ലാ അഖൂലു, പല നാനാർത്ഥങ്ങളുള്ള വാക്ക് പറഞ്ഞാൽ വിശദീകരണം കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ്, മൻ ഖറഅ ഹർഫൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വാക്യമല്ല, വേടുമല്ല, അക്ഷരമാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ഹർഫുൻ വലാകിനിൽ അലിഫു ഹർഫുൻ വല്ലാമു ഹർഫുൻ വൽമീമു ഹർഫുൻ വദ്ദാലു ഹർഫുൻ വൽ അലിഫു ഹർഫുൻ വൽ കാഫു ഹർഫുൻ. അങ്ങനെ കാണാൻ വേറെ റിപ്പോർട്ട്. ദാലിക്കൻ്റെ അവിടെ ദാല്, പിന്നെ ഒരു അലിഫ്, പിന്നെ ലാമ് എന്നൊക്കെ പറഞ്ഞിട്ടും വലാകിനിൽ അലിഫു, അൽ അലിഫ് എന്ന് പറഞ്ഞു കാണും. അപ്പോൾ അൽ അലിഫ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ അക്ഷരത്തെ കുറിച്ച് റസൂല പറഞ്ഞു, എന്നല്ലാതെ അലിഫ് ലാം മീം എന്ന് ഓതുന്ന അലിഫിനെ പറ്റിയല്ല പറയുന്നത്. ചുരുക്കത്തിൽ അലിഫ് ലാം മീം എന്ന് ഓതേണ്ടതുപോലെ ഓതിയാൽ തന്നെ അതിന് 90 കൂലിയുണ്ട്. പിന്നെ ഖുർആന് ഇമാം നബവി റഹിമഹുല്ലാ അവരുടെ അദ്കാറിൽ പറഞ്ഞതായി കാണാം, ദിക്റുകളെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമേറിയ ദിക്റ് അത് വിശുദ്ധ ഖുർആനാണ്. അത് ഓതുന്നതിന് കുറേ മര്യാദകളുണ്ട്. അതൊക്കെ ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ നിഷ്കളങ്കത, ഇഖ്ലാസ്. ആരും കേൾക്കാനും കാണാനൊന്നുമല്ല. ഖുർആനെക്കുറിച്ച് ആരാക്കി പഠിച്ചാൽ പിന്നെ തോന്നും ഞാൻ ഭയങ്കര ഓത്തുകാരത്തിയാണ് അല്ലെങ്കിൽ ഓത്തുകാരനാണെന്ന് എല്ലാവരും അറിയട്ടെ, ഉഷാറായിട്ട് ഓതാൻ അറിയും എന്നെല്ലാവരും കേൾക്കട്ടെ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിക്ക് വന്നാൽ അത് നരകം കിട്ടാനുള്ള കാരണമാകുന്ന വൻകുറ്റാണ്. റിയാ എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റമല്ല. റിയാ എന്ന് പറഞ്ഞാൽ ചെയ്തീന് കൂലിട്ടൂല എന്നുള്ളതല്ല പ്രശ്നം, ചെയ്തതിന് നരകം കിട്ടും എന്നുള്ളതാണ് പ്രശ്നം. എത്രത്തോളം ആ നരകത്തിൻ്റെ ശക്തി മുത്തനബി പറഞ്ഞ് ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, മുഖം നേരെ നരകത്തുകൊണ്ട് തള്ളുവല്ല, അവൻ്റെ കാലിലെ മലായികത്തെ പിടിക്കുന്നത്. റിയാ കാണിച്ചവൻ്റെ കാലിൽ, എന്നിട്ട് മുഖം നിലത്ത് കുത്തി കിടത്തിക്കൊണ്ട് അവനെ വലിച്ചു കൊണ്ടുപോയി ഹത്താ ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് അവനെ തള്ളുന്നു. അല്ലാഹ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം അതുകൊണ്ട് പ്രധാനപ്പെട്ട അദബ് അതിൽ ലോകമാന്യമില്ലാതെ പഠിക്കുമ്പോൾ ലോകമാന്യം വരില്ലേ, ചൊന്ന് ഉഷാറാക്കണം എന്നുള്ള തോന്നൽ. അപ്പോൾ ലോകമാന്യമില്ലാതെ ഓതണം. പിന്നെ അള്ളാഹു എന്നോട് സംസാരിക്കുന്നു എന്നുള്ള 2-3 നിയ്യത്ത് അവിടെ വേണമെന്ന മഹാന്മാർ പറഞ്ഞത്. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു എന്നോട് സംസാരിക്കുന്നു, ഞാൻ അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ വേദം അങ്ങോട്ട് അള്ളാഹിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു. പിന്നെ മുത്തുനബിയാണ് ഇതെനിക്ക്
പറഞ്ഞു തന്നത് ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മുത്തുനബിയും എന്നെ വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മുത്തുനബിയും എന്നെ കാണുന്നുണ്ട്, മുത്തുനബിയെയും ഞാൻ കേൾപ്പിക്കുന്നു. ഈ 3 നീയത്ത് ഓതുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടായാൽ അദബ് പൂർണ്ണമായി. പിന്നെ എവിടേക്കും ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. ഖുർആനുണ്ട് ഓതി എന്താണ് അതിൻ്റെ ഇഫക്റ്റ് എന്നറിയോ? അതുകൊണ്ട് കിട്ടുന്ന ഫലം ഇമാം നവവി പറയാണ്, വിശുദ്ധ ഖുർആൻ ഓതാൻ എപ്പോഴാണ്, ഏത് മാസമാണ്, ഏത് ദിവസമാണ്, ഏത് സമയമാണ് ഉത്തമം? മാസങ്ങളിൽ ഉത്തമം റമദാന്. കാരണം റമദാനിലാണ് വിശുദ്ധ ഖുർആൻ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയത്. ബൈത്തുൽ ഇസ്സ എവിടെയെന്നറിയോ? ഇവിടുന്ന് കുറച്ച് ഈ റോഡിനങ്ങ് പോയാൽ നരിക്കുനി ഒരു സ്ഥാപനമുണ്ട്, ബൈത്തുൽ ഇസ്സ. അതല്ല ഇവിടെ പറയുന്ന ബൈത്തുൽ ഇസ്സ. വിശുദ്ധ കഅബാലയത്തിൻ്റെ നേരെ മുകളിലോട്ട് പോയാൽ ചെന്ന് മുട്ടുന്ന ഒരു കഅബയുണ്ട്, 1-ാം ആകാശത്തിലുള്ള ഒരു മന്ദിരമുണ്ട്, അതിൻ്റെ പേരാ ബൈത്തുൽ ഇസ്സ. അങ്ങനെ ബൈത്തുൽ ഇസ്സ 7 എണ്ണമുണ്ട്. 1-ാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് വിശുദ്ധ റമദാനിൽ അല്ലാഹു തആല ഖുർആനിനെ അവതരിപ്പിച്ചു. അതുകൊണ്ട് റമദാനിൽ ഖുർആൻ ഓതുന്നതിന് പുണ്യമുണ്ട്. പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു തആല റബീഉൽ അവ്വലിലാണ് ഇറക്കിയത് എന്ന് പ്രബലമായ അഭിപ്രായം തന്നെ ഉണ്ട്. അല്ല, അതും റമദാനിലാണ് എന്നും ഉണ്ട്. അപ്പോൾ റബീഉൽ അവ്വലിൽ ഖുർആൻ ഓതുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. കാരണം മുത്തനബി ജനിച്ച മുത്തനബി എന്നൊരു ഖുർആനാണ്. അതിനെപ്പറ്റിയൊക്കെ പറയാൻ കുറേ സമയം വേണം. അതുകൊണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ സംശയം കുറിച്ച് വെച്ചോളി. ഞാൻ ബടായി എറിഞ്ഞ് പോകുന്ന ആളൊന്നല്ല. ഇതെന്ത് ബടായി നിങ്ങൾക്ക് കുറിച്ച് വെച്ച് എൻ്റെ പിടി കൂടാൻ പറ്റും, പിന്നീട് ചോദിക്കാൻ പറ്റും. ഞാൻ ഇതീ പറഞ്ഞ ഏത് ബടായി നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം. അതിനാണ് അള്ളാഹു തആല വാട്സപ്പൊക്കെ പഠിച്ചിരിക്കണേ. ഞാൻ ഫോൺ ചെയ്ത് സ്വീപ്പാക്കണ്ട, വാട്സപ്പൊക്കെ ഒരു വോയിസ് ഇട്ടാൽ മതി. സമയം ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കും, ഹയറായ ചോദ്യമാണെങ്കിൽ. അപ്പം അതുകൊണ്ട് മാസങ്ങളിൽ ഉത്തമം അങ്ങനെയാണ്. പിന്നെ ദിവസങ്ങളിൽ ഉത്തമം, ദിവസങ്ങളിൽ ഉത്തമം ഏതാ? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് തിങ്കളാഴ്ചയാണ്, വെള്ളിയാഴ്ച അല്ല, തിങ്കളാഴ്ചയാണ്. അതിൽ സംശയമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അത് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ചക്ക് പുണ്യമുണ്ട്. തിങ്കളാഴ്ച ഖുർആൻ ഇറങ്ങുമ്പോൾ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച, അതിനും പുണ്യമുണ്ട്. അതാ മടവൂർ CM വലിയുള്ളാഹി പറഞ്ഞത്. CMM നോളജ് വേൾഡ് എന്ന് പേരിലുള്ള സ്ഥാപനമാകുമ്പോൾ CM വലിയുള്ളാഹിനെ തീരെ പറയാതെ പോകുന്നത് ശരിയല്ല. CM വലിയുള്ളാഹി പറഞ്ഞു ചൊവ്വാഴ്ച ചൊവ്വുള്ള ദിവസമാണ്. അതായിട്ട് അങ്ങനെ പറയണേ? വിവരമില്ലാത്ത ആളുകൾ ചൊവ്വാഴ്ചനെ ചൊവ്വില്ലാത്ത ആഴ്ചയായിട്ടാണ് ചൊവ്വില്ലാത്ത ആളുകൾ അവതരിപ്പിച്ചത്. അത് ചൊവ്വില്ലാത്ത അഭിപ്രായം നമുക്ക് ആ ചൊവ്വാഴ്ച എന്നുള്ള വാക്ക് തന്നെ മനസ്സിലാക്കാം. ചൊവ്വ് പ്ലസ് ആഴ്ച സമം ചൊവ്വില്ലാത്ത ആഴ്ച എന്നാ വരിക? ഇത് ചൊവ്വില്ലാത്ത പരിപാടിയല്ലേ? ചൊവ്വ് പ്ലസ് ആഴ്ച സമം മോളെ എന്താണെന്ന് ചോദിച്ചാൽ ഏത് മോളും പറയും ചൊവ്വാഴ്ച, ചൊവ്വില്ലാത്ത ആഴ്ച അതല്ല. അപ്പം അതുകൊണ്ടാണ് മടവൂർ പറഞ്ഞത് ചൊവ്വാഴ്ച ചൊവ്വുള്ള ദിവസമാണ്. എന്തുകൊണ്ട്? ചൊവ്വാഴ്ച എന്ന് പറഞ്ഞ ദിവസത്തിന് കിട്ടിയൊരു ഭാഗ്യമാണ് തിങ്കളാഴ്ച. തിങ്കൾ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തിങ്കൾ. ആ തിങ്കൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം, ആ ദിവസത്തിനോട് ഇങ്ങനെ ചാരി നിൽക്കാൻ അവസരം കിട്ടി. മുത്തുനബിനോട് ചാരിയാൽ, മുത്തുനബിയോട് കൂടാൻ ശ്രമിച്ചാൽ അവർക്ക് ചൊവ്വുണ്ടാവും. അതാണ് ഇന്ന് കിട്ടുക. ചൊവ്വാഴ്ച നമുക്ക് പഠിക്കാനുള്ള പാഠം. ചുരുക്കത്തിൽ തിങ്കളാഴ്ച പുണ്യമുള്ള ദിവസമായതുകൊണ്ട് അന്ന് ഖുർആൻ ഓതുന്നതിൻ്റെ പ്രത്യേകതയുണ്ട് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹു തആല ദിക്റുകളെ കുറിച്ച് മാത്രം എഴുതിയ അൽ അദ്കാർ എന്ന കിതാബിലുണ്ട്. അതുപോലെ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും, ഈ 3 ദിവസങ്ങളാണ് ഏറ്റവും പുണ്യമുള്ള ദിവസം. എല്ലാ ദിവസവും ഏത് സമയവും വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് യാതൊരു കറാഹത്തും തകരാറും ഇല്ല. ഏറ്റവും പുണ്യമുള്ളതാ പറഞ്ഞത്. പിന്നെ സമയങ്ങളിൽ ഏറ്റവും ഉത്തമമുള്ളത് പകലിനേക്കാൾ ഉത്തമം രാത്രിക്കാണ് ഖുർആൻ ഓതുന്നതിന്. രാത്രിയിൽ ഏറ്റവും നല്ല സമയം അർദ്ധരാത്രി മുതൽക്ക് അവസാന സുബഹിയുടെ അല്പം മുമ്പുള്ള ടൈമാണ് ഏറ്റവും പുണ്യമുള്ള ടൈം. പിന്നെ ഇശാ മഗ്‌രിബിനിടയിലുള്ള ടൈമാണ് രാത്രിയിൽ ഏറ്റവും പുണ്യമുള്ള ടൈം. പിന്നെ പകലിൽ ഖുർആൻ ഓതുകയാണെങ്കിൽ സുബഹി നിസ്കരിച്ച ഉടൻ. എല്ലാ ദിവസവും ഖുർആൻ അല്പമെങ്കിലും ഓതാത്ത ഒരു ജീവിതം ഒരു മനുഷ്യനുണ്ടായിക്കൂടാ. അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടായിക്കൂടാ. ഖുർആൻ കൂടുതൽ ഓതാൻ കഴിയും തിരക്ക് പിടിച്ച ദിവസം, മോളെ കെട്ടിച്ചിട്ട ദിവസമാണ്. ആയിക്കോട്ടെ, ഒരു പേജ് ഓതാൻ എനിക്ക് കൂടുതൽ സമയം വേണം. ആ ഒരു പേജ് ഓതിയാൽ അന്നത്തെ ബറക്കത്ത് വലുതാ. പിന്നെ ആ കല്യാണം വൃത്തിയിലാവും, കൂടുതൽ മണ്ട കലങ്ങൂല.
അപ്പോൾ അതുകൊണ്ട് ഖുർആൻ എന്നൊരു പേജെങ്കിലും ഓതാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ഉറപ്പിക്കണം. അത് സുബഹി നിസ്കരിച്ച ഉടനെ ഓതുന്നത് നല്ലതാ. അല്ലെങ്കിൽ ആ ദിവസം അവസാനിക്കുന്ന ടൈം അപ്പോൾ ഓതുന്നതിനും പ്രത്യേകത ഉണ്ട്. അതിനൊക്കെ ഓരോ കാര്യകാരണങ്ങളുണ്ട്, അത് പറയാൻ സമയമില്ല. പിന്നെ വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുക, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഖത്മ് തീർക്കുന്ന സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് സ്വഹാബത്തിൻ്റെ കാലത്തുള്ള പതിവ് ഖുർആൻ ഖത്മ് ഓതുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരൊക്കെ ഖുർആൻ ഖത്മ് ഓതുമ്പോൾ ജമഅ അഹ്ലഹു വദഅ മഅഹും, വീട്ടിലുള്ള ഫാമിലിയെ ഒരുമിച്ച് കൂട്ടി, കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടി ഖത്മ് തീർക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനാ സദസ്സൊരുക്കും. ദുആക്ക് ഉത്തരമുണ്ട് ഖത്മ് തീർക്കുമ്പോൾ.